ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള 20 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. നമുക്കുടൻ തന്നെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ എല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം ആരൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നുവോ അതിൽ നിന്ന് കുറച്ച് പേരെ സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ്. അതാണ് ബോണസ് ചോദ്യത്തിൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരവും അതുപോലെ വിന്നേഴ്സിനെയും നോക്കാം. കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതായിരുന്നു: ഇന്ത്യയിൽ കണ്ടൽ വനങ്ങൾ അഥവാ മാംഗ്രൂവ് ഫോറസ്റ്റ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഇതിൻ്റെ ശരിയായ ഉത്തരം വെസ്റ്റ് ബംഗാളാണ്. അപ്പോൾ ഇനി ആരൊക്കെയാണ് വിന്നേഴ്സ് എന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ആർദ്ര, റന ഫാത്തിമ, ദേവേന്ദു SK, ലിയാന, റൈന A, യദുനന്ദ്, ഗൗതം, കാത്തറിൻ സിബി, നവനീത് മോഹൻ, ദേവിക T, അൻഹ ഫാത്തിമ, യശ്വന്ത്, ആദ്യലക്ഷ്മി P, ഐൻ അൽസബ, ഷമ്മാസ്, അവന്തിക എന്നിവരാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ്. ഇതേപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് അതിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആ ഒരു ക്വസ്റ്റ്യൻ്റെ ഉത്തരവും അതുപോലെ വിന്നേഴ്സിനെയും നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം വായിച്ച ഉടനെ തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാമെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: മണ്ണിനെ കുറിച്ചുള്ള പഠനശാഖയെ പറയുന്ന പേരെന്താണ്? മണ്ണിനെക്കുറിച്ചുള്ള പഠനശാഖയുടെ പേരാണ് പെഡോളജി. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പെഡോളജിയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഡൗൺ ടു എർത്ത് എന്ന പരിസ്ഥിതി മാസികയുടെ പത്രാധിപയായ മലയാളി വനിത ആരാണ്? ഡൗൺ ടു എർത്ത് എന്ന് പറയുന്നത് ഒരു പരിസ്ഥിതി മാസികയാണ്. അതിൻ്റെ പത്രാധിപയായ മലയാളി വനിതയുടെ പേരാണ് സുനിത നാരായണൻ. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് സുനിത നാരായണൻ. വീഡിയോയിലെ മൂന്നാമത്തെ ചോദ്യം: കണ്ടാമൃഗത്തിൻ്റെ സാന്നിധ്യമുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ആസാം സംസ്ഥാനത്തിലാണ് കണ്ടാമൃഗത്തിൻ്റെ സാന്നിധ്യമുള്ളത്. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ആസാം. നാലാമത്തെ ചോദ്യം: ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മേധ പട്കറാണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. വീഡിയോയിലെ അഞ്ചാമത്തെ ചോദ്യം: പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? പരിസ്ഥിതി സംരക്ഷണ നിയമം അഥവാ എൻവിറോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നത് 1986-ലാണ്. ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നീലക്കുറിഞ്ഞി പൂവിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? നീലക്കുറിഞ്ഞി പൂവിൻ്റെ പ്രത്യേകതയെല്ലാം നമുക്കറിയാം. അതിൻ്റെ ശാസ്ത്രീയ നാമം അഥവാ സയൻറ്റിഫിക് നെയിം എന്താണ്? സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നാണ് നീലക്കുറിഞ്ഞി പൂവിൻ്റെ ശാസ്ത്രീയ നാമം. അതിൻ്റെ സ്പെല്ലിങ്ങിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് വെച്ച് പഠിക്കാവുന്നതാണ്. വീഡിയോയിലെ ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് ആരാണ്? മസനോവ ഫുക്കുവോക്കയാണ് ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എട്ടാമത്തെ ചോദ്യം: ലോക പരിസര ദിനം എന്നാണ്? ലോക പരിസര ദിനം എന്ന്?
ഒക്ടോബർ 7-ാം തീയതിയാണ് ലോക പരിസര ദിനം. 8ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഒക്ടോബർ 7-ാം തീയതി. 9ാമത്തെ ചോദ്യം ഇതാണ്: കേന്ദ്ര മണ്ണ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അതായത് സെൻട്രൽ സോയിൽ അനലിറ്റിക്കൽ ലബോറട്ടറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം ജില്ലയിലെ പാറാട്ടുകോണം എന്ന് പറയുന്ന സ്ഥലത്താണ് കേന്ദ്ര മണ്ണ് ഗവേഷണ കേന്ദ്രം അഥവാ സെൻട്രൽ സോയിൽ അനലിറ്റിക്കൽ ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത്. ഈ വീഡിയോയിലെ 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 10ാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ്? ഇന്ത്യയിലെയും കേരളത്തിലെയും ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവാണ് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ്. KVCR എന്നതാണ് ഇതിൻ്റെ ഷോർട്ട് ഫോം. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണെന്നും ചോദിക്കാം, അതേപോലെ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണെന്നും ചോദിക്കാം. രണ്ട് ചോദ്യത്തിനും ഉത്തരം ഒന്ന് തന്നെയാണ്. 11ാമത്തെ ചോദ്യം: നീലക്കുറിഞ്ഞിയുടെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതാണ്? തൊട്ടു മുമ്പ് നമ്മൾ നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമത്തെപ്പറ്റി പറഞ്ഞതാണ്. അപ്പോൾ ഈ ചോദ്യം ഇങ്ങനെയാണ്: നീലക്കുറിഞ്ഞിയുടെ ചിത്രം ഉള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏത്? നീലക്കുറിഞ്ഞി ശാസ്ത്രീയനാമം പറയുകയാണെങ്കിൽ സ്ട്രോബിലാന്തസ് കുന്തിയാനയുടെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷമാണ് 2006. 12ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സൈലന്റ് വാലി ദേശീയ ഉദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആരാണ്? സൈലന്റ് വാലി ദേശീയ ഉദ്യാനം അഥവാ സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. 12ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം രാജീവ് ഗാന്ധി. 13ാമത്തെ ചോദ്യം ഇതാണ്: പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച വർഷം ഏതാണ്? പശ്ചിമഘട്ടമെന്നാൽ വെസ്റ്റേൺ ഗാട്സ് ആണ്. അതിനെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച വർഷമേത്? പശ്ചിമഘട്ടം അഥവാ വെസ്റ്റേൺ ഗാട്സിനെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷമാണ് 2012. 13ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 2012. 14ാമത്തെ ചോദ്യം: കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏത്? കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം അഥവാ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആറളം വന്യജീവി സങ്കേതമാണ്. ഇത് സ്ഥിതി ചെയ്തിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ്. 15ാമത്തെ ചോദ്യം: വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്ന സംരംഭം ഏതാണ്? വനശ്രീയാണ് ആ സംരംഭം. അതായത് വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്നതിനുള്ള സംരംഭമാണ് വനശ്രീ. 15ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് വനശ്രീ. 16ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. 16ാമത്തെ ചോദ്യം ഇതാണ്: ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? കൊൽക്കത്തയിലാണ് ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. 16ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കൊൽക്കത്ത. 17ാമത്തെ ചോദ്യം: വിദ്യാഭ്യാസ ചാനൽ ആയ വിക്ടേഴ്സിലൂടെ സംരക്ഷണം ചെയ്യുന്ന കാർഷിക പരിപാടിയുടെ പേരെന്താണ്? വിക്ടേഴ്സ് ചാനലിനെ പറ്റി നിങ്ങൾക്കെല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിലൂടെ സംരക്ഷണം ചെയ്യുന്ന കാർഷിക പരിപാടിയാണ് നൂറുമേനി. 17ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നൂറുമേനി. 18ാമത്തെ ചോദ്യം: ഭൂമിയുടെ വൃക്ക എന്നറിയപ്പെടുന്നത് എന്താണ്? അതായത് നമ്മുടെ ഈ എർത്തിൻ്റെ കിഡ്നി എന്നറിയപ്പെടുന്നത് എന്ത്?
ഭൂമിയുടെ വൃക്ക അഥവാ കിഡ്നി ഓഫ് എർത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത് തണ്ണീർത്തടങ്ങളാണ്. തണ്ണീർത്തടങ്ങൾ എന്നാൽ വെറ്റ്ലാൻഡ് എന്നാണ് അർത്ഥം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ക്വിസ് ആൻഡ് ഫാക്ട്സ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിനെ പറ്റി പറയുവാനുണ്ട്. ഈ ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതാണ്. ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസ് വീഡിയോസിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. അതായത് നിങ്ങൾ ഈ വീഡിയോയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നും എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. അതിനായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ക്വിസിൻ്റെ PDFകൾ മാത്രമല്ല ഗ്രൂപ്പിൽ അവൈലബിൾ ആവുന്നത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഗൂഗിൾ ഫോമിലൂടെ പ്രാക്ടീസ് ക്വിസുകളും നടത്താറുണ്ട്. ഇതൊക്കെ ലഭിക്കുവാനായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. വീഡിയോയിലെ 19ാമത്തെ ചോദ്യം, ലോക പരിസ്ഥിതി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച റേച്ചൽ കാഴ്സൻ്റെ പുസ്തകത്തിൻ്റെ പേരെന്താണ്? ലോക പരിസ്ഥിതി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച റേച്ചൽ കാഴ്സൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ് സൈലൻറ്റ് സ്പ്രിംഗ്. ഈ പുസ്തകത്തെപ്പറ്റി നമ്മുടെ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. നമ്മൾ ഇതിനു മുമ്പും പരിസ്ഥിതി ദിന ക്വിസിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടു തീർത്ത ഉടൻ തന്നെ ആ വീഡിയോസ് കൂടി കാണുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ് അതിലും പറഞ്ഞിരിക്കുന്നത്. വീഡിയോയിലെ 20ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: കേരളത്തിൻ്റെ ജൈവ ജില്ല എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? ഇത് നമ്മുടെ മുമ്പുള്ളൊരു വീഡിയോയിൽ ഉണ്ടായിരുന്ന ചോദ്യമാണ്. ഉത്തരം അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ പറയുക. കാസർഗോഡ് ജില്ലയാണ് കേരളത്തിൻ്റെ ജൈവ ജില്ല എന്ന പേരിൽ അറിയപ്പെടുന്നത്. 20ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കാസർഗോഡ് ജില്ല. ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതാണ്: കേരളത്തിൽ എത്ര ദേശീയ ഉദ്യാനങ്ങളാണുള്ളത്? അഥവാ എത്ര നാഷണൽ പാർക്കാണ് കേരളത്തിൽ ഉള്ളത്? ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. കുറേ പേർ ഉത്തരം മാത്രം കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ കാര്യമില്ല. നിങ്ങളുടെ പേര് കൂടി അതിനോടൊപ്പം കമൻറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങളെ വിന്നറായി സെലക്ട് ചെയ്യുകയുള്ളൂ. പേര് കമൻറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ആരാണെന്ന് നമ്മൾക്ക് മനസ്സിലാവുകയില്ല. അപ്പോൾ പേര് നിർബന്ധമായും ഉത്തരത്തിൻ്റെ കൂടെ കമൻറ്റ് ചെയ്യുക. പിന്നെ കമൻറ്റ് ചെയ്യുന്ന എല്ലാവരെയും നമുക്ക് വിന്നേഴ്സായി പ്രഖ്യാപിക്കാൻ സാധിക്കുന്നതല്ല. അതിൽ കുറച്ച് പേരെ സെലക്ട് ചെയ്താണ് നമ്മൾ വിന്നറായി പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. എല്ലാവരെയും നമുക്ക് വിന്നേഴ്സായി സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പോൾ കുറച്ച് പേരെ സെലക്ട് ചെയ്ത് നമ്മൾ വിന്നേഴ്സായി പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക.